പ്രധാനപ്പെട്ട പ്രത്യേകത അതായിരുന്നു. ആസിഫിന്റെ പെർഫോമർ നമുക്ക് കുറെ കാലത്തിന് ശേഷം കണ്ടു. കണ്ണുകളെ പറ്റിയിട്ടൊക്കെ സംസാരങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഓരോ പടം കഴിയുമ്പോഴും സാർ വന്നിട്ട് ഓരോ ആക്ടേഴ്സ് ഇന്നെ ഏറ്റവും അത്ഭുതപ്പെട്ടി നടന്നാണെന്ന് പറയുമ്പോൾ നാരായണനെ പറ്റി പറയും, അല്ലെങ്കിൽ കമലഹാസൻ സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണെന്ന് പറയും, രാജുവേട്ടനെ പറ്റി അത് പറഞ്ഞ എല്ലാ മേഖലയെ പറ്റിയും ധാരണയുള്ള ഒരാൾ എന്നുള്ളതാണ്. ആസിഫിനോട് ഇപ്പൊ ഒരു പടത്തിൽ ത്രോട്ട് വർക്ക് ചെയ്യും, മറ്റൊരു പടം പ്രൊഡ്യൂസറായി നിൽക്കുകയും ചെയ്തല്ലോ. അദ്ദേഹത്തെ പറ്റി എന്താ പറയാ? ഈസ് എ ഡെയറിങ് ആക്ടർ. അതായത് വേറെ പലരും ചെയ്യാൻ പഠിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ്. ഞാനിന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്റ്റ് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്റ്റുകളും ഉണ്ട്. മജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ. അങ്ങനെയാണോ ആ ക്യാരക്ടർ, ഇങ്ങനെയാണോ ആ ക്യാരക്ടർ, അങ്ങനെയാണ് ഇത്, അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനില്ല. ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതെന്തായാലും ക്യാരക്ടർ എന്തായാലും. അതാണ് ആസിഫിൻ്റെ പ്രത്യേകത. ആൻഡ് ബേസിക്കലി ഈസ് എ ടാലൻറ്റഡ് ആക്ടർ. അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ. ഇപ്പം ഉയരെ എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമൻ്റെ കഥ കേൾക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി. കാരണം ആസിഫ് ആ ക്യാരക്ടർ ചെയ്തതാണ്. ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം, പല ആക്ട്രസസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിന് ആ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകുന്നു. ഞാൻ 12th മാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറേ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച്. എന്തിനാ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത്? ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമല്ലോ, അത് അവരുടെ സ്വഭാവമാണെന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അതിന് അത്രയ്ക്കും പേടിക്കുന്നുണ്ട് പലരും. അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നില്ല, പലരും. പക്ഷേ ആസിഫിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടത് ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡെയറിങ് ആക്ടർ. താങ്ക് യു സോ മച്ച്. ആസിഫിക്ക് ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ ഉയരയിലെ കഥാപാത്രങ്ങൾ വന്ന് തിയേറ്ററിൽ ഇറങ്ങിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നപ്പം നെഗറ്റീവ് ഷെയ്ഡ് വന്നപ്പോഴേക്കും കുറേ നെഗറ്റീവായിട്ട് ഇങ്ങനെ നെഗറ്റീവ് ചെയ്തല്ലോ എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഉള്ളതുകൊണ്ടാണോ കൂടുതൽ കഥകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ മിസ് ചെയ്ത് പോകുന്നത്? ക്യാരക്ടേഴ്സ് മിസ് ചെയ്ത് പോകുന്നതോ? എനിക്കങ്ങനെ മിസ് ചെയ്ത് പോയി എന്ന് തോന്നുന്നത് ഇല്ല. അങ്ങനെ ക്യാരക്ടേഴ്സ് മിസ്സായിട്ടില്ല എനിക്ക്. പക്ഷെ അങ്ങനെ നെഗറ്റീവ് ചെയ്യും, ഞാൻ ഇതിന് മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരിയാമെന്ന് ഓടിയെന്ന് തോന്നും, അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ക്യാച്ച്. അങ്ങനെ ചെയ്യുന്നത് ക്യാരക്ടേഴ്സിന് മാത്രമല്ല, ഫിലിം മേക്കേഴ്സിനാണ് ഫ്രീഡം കിട്ടുന്നത്. നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് തന്നെ ഹ്യൂമർ ചെയ്യാനായിട്ട് അത് ചെയ്തു. അപ്പോൾ നമ്മൾ ഷാജോണയും ഇവരെയൊക്കെ എടുത്ത് വില്ലൻ വേഷമൊക്കെ ചെയ്ത് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് ഹീറോ ചെയ്തിരിക്കുന്നവർ നെഗറ്റീവ് ചെയ്യണം, നെഗറ്റീവ് ചെയ്യുന്നവർ ഹീറോ അങ്ങനെയൊക്കെ. അപ്പോൾ എന്നറിയോ, ഒരു ഫിലിം മേക്കറിന്, ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു കൊടുക്കണം. പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്, മലയാളം. കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുള്ളൊരു ഓഡിയൻസ് ഉള്ള കാര്യത്തിന് ഞാൻ നമ്മൾ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പം ശരിക്കും അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഫിലിം മേക്കേഴ്സിനാണ്, ഇങ്ങനെ ആക്ടേഴ്സ് ചിന്തിച്ച് ചെയ്യുന്നത്.